ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ കാവേരി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കാവേരി ഒരു അമ്പലത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ അതേ അമ്പലത്തിൽ തന്നെ നമ്മുടെ നിവിനും തൊഴാനായി വന്നിട്ടുണ്ട്. അപ്പോൾ നിവിനാണെച്ചെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു അവിടെയുള്ള അമ്പലത്തിലുള്ള ഒരു തൂണ് ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേസമയം കാവേരിയും അവിടെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ തൂണിൻ്റെ മറുവശം, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ കാവേരിയും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പരസ്പരം ഇവർ കാണുന്നുമില്ല. അപ്പോൾ ഇതേ സമയം നമ്മുടെ നിവിനെ ഫോളോ ചെയ്തിട്ട് രാഗിണി ആ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ രാഗിണി വരുമ്പോൾ കാണുന്നത് തന്നെ ഒരു തൂണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കുന്ന നിവിനെയും കാവേരിയാണ്. പക്ഷേ ഇവർ പരസ്പരം കാണുന്നുമില്ല. അപ്പോൾ രാഗിണിക്ക് മനസ്സിലായി ഇവർ പരസ്പരം കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഉടൻ തന്നെ രാഗിണി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം രാഗിണി മാറി നിൽക്കും. അപ്പോൾ കാവേരി അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് പോകും. പക്ഷെ നിവിൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കാവേരി പുറത്തോട്ട് നടന്നു വരുമ്പോഴായിരിക്കും രാഗിണി ഓപ്പോസിറ്റായിട്ട് നടന്നു വരിക. അപ്പോൾ കാവേരിയെ കണ്ടപ്പോൾ രാഗിണിയുടെ സ്വഭാവം പുറത്തെടുക്കുമല്ലോ, ചൊറിയാൻ ചെയ്യേണ്ടി ചെല്ലും. അപ്പോൾ കാവേരി ചോദിക്കും, നിൻ്റെയും നിവിൻ്റെയും വിവാഹം കഴിഞ്ഞതല്ലേ, നീ എന്തിനാണ് പിന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ന്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് കാവേരി രാഗിണിയെ വഴക്ക് പറയണം. അപ്പോഴാണ് രാഗിണിക്ക് മനസ്സിലാവുന്നത് ഇവളുടെ ധാരണയിൽ, അതായത് കാവേരിയുടെ ധാരണയിൽ നിവിൻ്റെയും രാഗിണിയുടെയും വിവാഹം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിക്കുക എന്നാണ് കാവേരി ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം രാഗിണി അത് തിരുത്താനൊന്നും പോയില്ല. രാഗിണി പറയും, എനിക്കൊരു രസം, നിൻ്റെ പിന്നാലെ ഞാൻ നടക്കുമ്പോൾ ഒരു രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാഗിണി വെറുതെ ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കാവേരി പറയും, നീയും നിൻ്റെ ഭർത്താവും ദേവി ഇതെൻ്റെ പിന്നാലെ വരരുത്, ഞാനൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്, ദേവി ഇത് എന്നെ സ്വൈരം കെടുത്തരുത് എന്ന് പറഞ്ഞ് രാഗിണിനെ താക്കീത് ചെയ്തിട്ട് കാവേരി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ രാഗിണി ഇങ്ങനെ നടന്നു വരുമ്പോൾ വിഷമിച്ചിരിക്കുന്ന നിവിനെയാണ് കാണുന്നത്. അപ്പം നിവിൻ അവളുടെ അടുത്ത് ചൂടാവും. കാരണം നീ എന്തിനാണ് ഇനി എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രാഗിണി പറയും, എടാ നിവിനെ, നീ ആരൊക്കെ ആഗ്രഹിച്ചാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും നീ ആരൊക്കെ പ്രാർത്ഥിച്ചാലും നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് കാവേരി വിവാഹം കഴിക്കാൻ പറ്റില്ലടാ എന്ന്. അപ്പോൾ നിവിനത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ രാഗിണി പറയും, ഞാൻ നിനക്കൊരു സംഗതി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാഗിണി അവളുടെ മൊബൈൽ എടുത്തിട്ട് ഒരു ഫോട്ടോ നിവിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നിവിന് മനസ്സിലാവുന്നത് കാവേരി നിവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ കാവേരി എന്ന് പറഞ്ഞ് നിവിൻ വിളിച്ച് നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവളെ കാണുന്നൊന്നുമില്ല. അമ്പലത്തിൽ നിന്ന് സന്തോഷിച്ചിട്ട് ഇറങ്ങി വരുന്ന രാഗിണീനെയാണ് കാണുന്നത്. രാഗിണിയുടെ മുഖത്താണെങ്കിൽ നല്ല പ്രസാദമുണ്ട്. കാരണം അവളുടെ വിചാരണത്തിൽ, അത് കാവേരിയുടെ ധാരണയിൽ നിവിനും രാഗിണി വിവാഹിതരാണെന്നാണല്ലോ. അപ്പോൾ രാഗിണി ആ സന്തോഷത്തിലാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ നിവിൻ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനീതിനെയാണ്. വിനീത് ഇങ്ങനെ വിഷമിച്ചിട്ട് നടന്നു പോവുകയാണ് വീട്ടിൽ, അതായത് അവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് രാധമ്മ അങ്ങനെ വിഷമിച്ച് കരയായിരിക്കും. അപ്പോൾ യമുന വന്നിട്ട് രാധമ്മയെ ആശ്വസിപ്പിക്കാൻ, രാധമ്മ വിഷമിക്കേണ്ട, എല്ലാം നന്നായിട്ട് നടക്കുന്നില്ലയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ യമുന അങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്താണ് വിനീത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ വിനീതാണെച്ചെങ്കിൽ ഒരു റിലേ പോയ പോലെയാണല്ലോ വിനീതിന് നടത്തും. കാരണം പൈസ വിനീത് കാരണമാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിനീതിന് ആകെ ഒരു ടെൻഷനും പേടിയൊക്കെ കാരണമാണ് വിനീത് നടക്കുന്നത്. അപ്പോൾ വിനീതിനെ കണ്ടപ്പോൾ യമുന ചോദിക്കും, അല്ല രാധമ്മ, എന്താ വിനീതേട്ടനെ പറ്റിയത്, വിനീതേട്ടൻ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന്. അപ്പോൾ രാധമ്മ പറയുകയാണ്, അത് ചിലപ്പോൾ അവന് നല്ല വിഷമമുണ്ടാവും, അവന് നീള എന്ന് പറഞ്ഞാൽ അനിയത്തിയിലൊക്കെ അപ്പുറം മോള് എന്നാണല്ലോ, മോളെ പോലെയാണല്ലോ, അതാണ് അവൻ്റെ ഇത്ര വിഷമമെന്ന്. അങ്ങനെ വിനീത് ചെല്ലുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അലക്കിക്കൊണ്ടിരിക്കുന്ന ഗംഗയുടെ അടുത്തോട്ടാണ്. ഗംഗയാണെന്ന് വെച്ചെങ്കിൽ അവിടെ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗയുടെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗംഗയുടെ അടുത്ത് ചെന്നിട്ട് വിനീത് പറയും, ഗംഗയെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ വിനീതിനെ കണ്ടപ്പോഴും ഗംഗയ്ക്ക് ആകെ ഒരു പന്തികേട് തോന്നും കേട്ടോ. അപ്പോൾ ഗംഗ ചോദിക്കാമല്ലേ, വിനീതേട്ടൻ്റെ മുഖമൊക്കെ എന്താ ഒരുമാതിരി ആയിരിക്കുന്നത്, എന്താ സംഗതിയെന്ന്. അപ്പോൾ വിനീത് പറയാണ്, അത് അന്ന് ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷ് വന്നു, ആ ക്യാഷ് വന്ന ദിവസം തന്നെ എനിക്കൊരു കോൾ വന്നിരുന്നു. ആ കോൾ വന്നിട്ട് എന്നോട് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ 50 ലക്ഷം രൂപ പോയിന്ന്. അത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് വല്ലാത്ത ഷോക്കാവും. ഗംഗ പറയും, എന്താ നിങ്ങൾ പറയുന്നത്, പൈസ പോയിന്നോ? പൈസ പോയി ഗംഗ എന്ന് പറഞ്ഞിട്ട് വിനീത് അവിടെ നിന്ന് കരയണം. അപ്പോൾ ഗംഗയ്ക്ക് അത് കേട്ടതോടുകൂടി
ഗംഗയ്ക്ക് ഭൂമി പിളർന്ന് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഗംഗ നിൽക്കുന്നത്. ഗംഗ ഒരു 50 ലക്ഷം രൂപ പോയെന്നോ? നിങ്ങൾ എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്? 50 രൂപ പോയ പോലെയല്ലേ നിങ്ങളീ പറയുന്നത്? അയ്യോ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഇനി ഓപ്പറേഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളവിടെ തല തല്ലി കരയാണ്. എന്നിട്ട് പറയാണ്, അല്ലെങ്കിലും നിങ്ങളൊരു മണ്ടനാണ്. നിങ്ങളോട് ഞാൻ അന്നേ കാവേരിയുടെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇത്രയും വലിയ തുകയൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത് എന്ന്. നിങ്ങളെപ്പോലെ ഒരുത്തന് വേണ്ടിയിട്ട് ഈ കഴുത്ത് നീട്ടി തന്ന എന്നെയൊക്കെ വേണം ആദ്യം പറയാൻ എന്ന് പറഞ്ഞ് അവൾ ആ താലിയൊക്കെ പിടിച്ച് ദേഷ്യത്തിൽ പെരുമാറാണ്. അപ്പോൾ വിനീത് എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗംഗ പറയാണ്, പോ, ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ഗംഗ അവനെ ആട്ടുകയാണ്. എന്നിട്ട് കൂടാതെ അവളൊരു കാര്യം കൂടി പറയും, ആ കാവേരി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജയബാലൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ടാണോ നിങ്ങൾ ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ ഈ കാര്യം കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിനീതിനെ അങ്ങോട്ട് തള്ളി മാറ്റുകയാണ് ഗംഗ. എന്നിട്ട് അപ്പോൾ നിങ്ങളിനി ഇവിടെ വേണ്ട, എവിടേക്ക് വെച്ച് ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് 50 ലക്ഷത്തിൻ്റെ വിലയേറിയോ, എന്താ നീ എൻ്റെ അനിയത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അവനെ തള്ളി നിലത്ത് ഇടുകയാണ്. അപ്പോൾ ഗംഗ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ വിനീത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാണിക്കും. അപ്പോൾ ഇത്രയും കാണിച്ച് കഴിഞ്ഞപ്പോൾ ഗംഗ ചോദിക്കണം, അല്ല വിനീതേട്ടാ, എന്താ വിനീതേട്ടൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് വിനീതൊക്കെ ഇത് ഓർക്കുന്നതാണ്. വിനീത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഓർക്കുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഗംഗ ചോദിക്കുക, എന്താ വിനീതേട്ടാ, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ വിനീത് പറയും, ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിനീത് അങ്ങോട്ട് പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയപാലിനെ രാഗിണിയാണ്. അപ്പോൾ രാഗിണിയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. കോണിപ്പടിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ജയപാലൻ വന്നിട്ട് ചോദിക്കും, എന്താ മോളെ, എന്താ ഇങ്ങനെ വിഷമം? അമ്മ പറഞ്ഞല്ലോ മോള് ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന്. അപ്പോൾ രാഗിണി പറയും, വിശപ്പില്ല അച്ഛാ. അപ്പോൾ അല്ല, അത് എന്താ കാര്യം എന്ന് പറ, മോൾക്ക് എന്താ പെട്ടെന്നൊരു വിഷമം ഉണ്ടായെന്ന്. അപ്പോൾ ജയപാലൻ പറയാണ്, ബാലൻ്റെ അടുത്ത് അവൾ പറയാണ്, അച്ഛാ ഞാനിന്ന് നിവിനെ കണ്ടു എന്ന്. അപ്പോൾ നമ്മുടെ ജയപാലൻ ചോദിക്കുന്നത്, നീ എവിടെ നിന്നാണ് കണ്ടത് എന്ന്. ഞാനൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കണ്ടത്. ആ അമ്പലത്തിൽ തന്നെ കാവേരി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. പക്ഷേ ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ പോലും കേൾക്കുന്നിടത്ത് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷെ അവർ കണ്ടില്ല. പിന്നെ ഒരിക്കലൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, കാവേരി വിചാരിച്ചിട്ടുള്ളത് എൻ്റെയും നിവിൻ്റെയും വിവാഹം കഴിഞ്ഞെന്നാണെന്ന്. അപ്പോൾ ജയപാലൻ പറയും, നിൻ്റെയും നിവിൻ്റെയും വിവാഹം കഴിഞ്ഞതാണോ അവൾ വിചാരിച്ചിരിക്കുന്നത് എന്ന്. അതെ അച്ഛാ, ഞാനതുകൊണ്ടത് തിരുത്താനൊന്നും പോയില്ല. പക്ഷേ ഇത്രയും അടുത്ത് കണ്ടുമുട്ടി കാണാതെ പോയവർ ഇനി എന്തെങ്കിലും ഒരിക്കൽ കാണുകയും അതുപോലെ സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വിവാഹം കഴിക്കില്ലേ. രാജേശ്വരി ആൻറ്റിക്കാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും നിവിൻ്റെ ആ പൈസ ഉപയോഗിച്ചിട്ട് തന്നെ നിവിന് ചെയ്യാൻ പറ്റും. രാജേശ്വരി ആൻറ്റിക്ക് എന്നെ വേണ്ടെന്നല്ലേ ഉള്ളൂ, അവളെ വേണമെങ്കിൽ സ്വീകരിക്കാമല്ലോ. അങ്ങനെ അവൾ കല്യാണം കഴിച്ചിട്ട് വീണ്ടും ഈ പുഷ്പവാടിയിൽ വന്നിട്ട് അവർ സന്തോഷത്തിൽ ജീവിക്കും. ഞാൻ മാത്രം ഇങ്ങനെ ദുഃഖിച്ചിരിക്കും അല്ലേ അച്ഛാന്ന്. അപ്പോൾ ജയപാലൻ പറയാണ്, അങ്ങനെ എൻ്റെ മോളെ ദുഃഖിച്ചിരിക്കും സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? അതൊന്നൊക്കെ കണ്ടിട്ട് അച്ഛൻ വെറുതെ ഇരിക്കുന്നതാണോ മോളെ വിചാരിക്കുന്നത്? ഒരിക്കലില്ല, എനിക്ക് എൻ്റെ മോളാണ് ഏറ്റവും വലുത് എന്ന് പറയാണ് രാഗിണിയുടെ അടുത്ത്. അപ്പോൾ രാഗിണി പറയും, എനിക്ക് വിഷമം താങ്ങാൻ വയ്യ അച്ഛൻ, ഞാൻ മാത്രം ഇവിടെ, മറ്റുള്ളവരെല്ലാവരും സന്തോഷിച്ച് നടക്കുമ്പോൾ ഞാൻ മാത്രം ഇവിടെ വിഷമിക്കുകയാണ്. അപ്പോൾ ജയപാലൻ പറയണം, അവർക്ക് അവനെ തീർത്താൽ ആ പ്രശ്നമൊക്കെ തീരില്ലേ എന്ന്. അപ്പോൾ രാഗിണി ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ജയപാലൻ പറയാണ്, നിന്നെ വേണ്ടാത്ത അവനെ പിന്നെ നിനക്കെന്തിനാ മോളെ, അവനെന്നെ എന്ത് സംഭവിച്ചാലും നിനക്കെന്താന്ന്. അപ്പോൾ രാഗിണി പറയും, അതെനിക്ക് പറ്റില്ല അച്ഛൻ, എനിക്ക് നിവിനെ എന്തായാലും എനിക്ക് സ്വന്തമാക്കിയാൻ പറ്റുള്ളൂ. എൻ്റെ എത്രയോ വർഷത്തെ ആഗ്രഹമാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ് നിവിനെ, എനിക്ക് അവൻ എന്തായാലും കിട്ടണമെന്ന്. അപ്പോൾ ജയപാലൻ അതിന് അഗ്രി പറയുന്നുണ്ട്. പിന്നെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ ജയപാലൻ നിവിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നിവിനാണെന്ന് വെച്ചെങ്കിൽ ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ട് എന്തൊക്കെയോ കാണിച്ചും ചെയ്തിട്ട് നടക്കുകയാണ് കാവേരിയെ കിട്ടാത്തതിൻ്റെ പേരിൽ. പിന്നെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ച് കരയാണ് നമ്മുടെ കാവേരി. അപ്പോൾ കാവേരിയുടെ അടുത്ത് വിനീത് വന്ന് ചോദിക്കുന്നുണ്ട്, കാവേരി, ഞാൻ കിഡ്നി വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നാണ് പറയുന്നത്, ഞാൻ ഈ ഹോസ്പിറ്റലിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ കിഡ്നി വിൽക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ട് എന്ന്. അപ്പോൾ കാവേരി പറയും, എന്തൊക്കെയാണ് വിനീതേട്ടാ ഈ പറയുന്നത് എന്ന്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല കാവേരി, ഈ വിഷമം അങ്ങനെ സഹിച്ച് നിൽക്കാൻ എന്നെക്കൊണ്ട് താങ്ങുന്നില്ല എന്ന് പറഞ്ഞു ദുഃഖം കാണിച്ചിരിക്കുന്ന വിനീതിനെയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങളെല്ലാം അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത് മുഴുവൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.